അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. റബ്ബിശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ തൗഫീഖ് കൊണ്ട് ഷിഫ ഖുർആൻ തഫ്സീർ ക്ലാസിൻ്റെ 28ാമത്തെ ദിവസത്തിലാണ് നമ്മളുള്ളത്. ഇൻഷാ അല്ലാഹ് ഇന്ന് സൂറത്തുൽ മുൽക്കിലെ 29ാമത്തെ വചനത്തിൻ്റെ വിശദീകരണമാണ് നമ്മൾ പഠിക്കുന്നത്. ഖുൽ ഹുവർ റഹ്മാനു ആമന്നാ ബിഹി വഅലൈഹി തവക്കൽനാ ഫസതഅലമൂന മൻ ഹുവ ഫി ളലാലിൻ മുബീൻ. ഖുൽ, നബിയെ പറയുക, ഹുവർ റഹ്മാൻ, അവനാണ് പരമകാരുണികൻ. ആമന്ന ബിഹി, അവനിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. വഅലൈഹി, അവൻ്റെ മേലാണ്. തവക്കൽന, ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നത്. ഫസതഅലമൂന, നിങ്ങൾ വഴിയെ അറിഞ്ഞുകൊള്ളും. മൻഹുവ, ആരാണ്. ഫി ളലാലി മുബീൻ, വ്യക്തമായ വഴികേടിൽ. മഹാനായ ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, വമിൻ ഖൗലിഹിം ഇന്നഹും അലാ ഹുദാ വറസൂലു അലാ ളലാൽ അആദു ഫീ ദാലിക വഅബ്ദു വജാദലു അലൈഹി വഖാതലുഹു. സത്യനിഷേധികളായ ആളുകൾ, അവരുടെ പ്രഖ്യാപനം, അവരാണ് യഥാർത്ഥത്തിലുള്ള ഹിദായത്തിലുള്ളത്, അവരാണ് സന്മാർഗത്തിലുള്ളത്. പ്രവാചകനും പ്രവാചകനെ പിൻപറ്റിയവരുമൊക്കെ ളലാലത്തിലാണ്, അവരൊക്കെ വഴികേടിലാണ്. സത്യനിഷേധികളാണ് യഥാർത്ഥത്തിലുള്ള സത്യത്തിൻ്റെ പാതയിലുള്ളത് എന്നവർ പറയുകയും ആവർത്തിക്കുകയും അതിനുവേണ്ടി തർക്കിക്കുകയും യുദ്ധം ചെയ്യുകയും വരെ ചെയ്യാൻ അവർ തയ്യാറായി എന്നാണ്. ആ സമയത്താണ് അള്ളാഹു പ്രവാചകനോട് കൽപ്പിക്കുന്നത്, ഫഅമറല്ലാഹു നബിയഹു അയ്യുഖ്ബിറ അൻ ഹാലിഹി വഹാലി അത്ബാഇഹി മാ ബിഹി യതബയ്യനു ലികുല്ലി അഹദിൻ ഹുദാഹും വതഖ്വാഹും വഹും അയ്യഖൂലു ആമന്ന ബിഹി വഅലൈഹി തവക്കൽന. അല്ലാഹു സുബ്ഹാനഹു വതആല പ്രവാചകനോട് കൽപ്പിക്കുന്നത് എന്താണ്? പ്രവാചകൻ്റെ അവസ്ഥ പറഞ്ഞു കൊടുക്കാൻ, സത്യവിശ്വാസികളുടെ അവസ്ഥ പറഞ്ഞു കൊടുക്കാൻ. അവരാണ് യഥാർത്ഥ ഹിദായത്തിലുള്ളത്, അവരാണ് തഖ്വയിലുള്ളത് എന്ന് പ്രഖ്യാപിക്കാൻ. അങ്ങനെയാണ് പറയുന്നത്, ആമന്നാ ബിഹി, ഇതാ ഞങ്ങൾ ആ റഹ്മാനായ റബ്ബിൽ വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങൾ ഈമാനുള്ളവരാണ്. വഅലൈഹി തവക്കൽന, അവൻ്റെ മേലാണ് ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നത് എന്ന് പ്രവാചകരെ അവരോട് പറയണം എന്നുള്ളത് വിശുദ്ധ ഖുർആൻ പ്രത്യേകം ഉണർത്തുകയാണ്. എന്താണ് ഈ ആയത്തിൻ്റെ പൊതുവിലുള്ള അർത്ഥം? നബിയെ പറയുക, അവനാണ് പരമകാരുണികൻ, അവനിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അവൻ്റെ മേൽ ഞങ്ങൾ ഭരമേൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ വ്യക്തമായ വഴികേടിലായിട്ടുള്ളത് ആരാണെന്ന് വഴിയെ നിങ്ങൾക്കറിയാം. ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കുക. പ്രതിസന്ധികളിലൂടെ, പ്രയാസങ്ങളിലൂടെ, പരീക്ഷണങ്ങളിലൂടെ പലപ്പോഴും നമ്മളൊക്കെ കടന്നു പോകും. അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ പ്രഖ്യാപിക്കേണ്ട പ്രഖ്യാപനമാണിത്. അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ ഈമാനുള്ളവരായി അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് തവക്കുൽ, ആ തവക്കുലിൻ്റെ പ്രഖ്യാപനം അത് നടത്തേണ്ട ആളുകളാണ്. എൻ്റെ കഥ കഴിഞ്ഞു, അല്ലെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ അള്ളാഹു എനിക്ക് വിധിച്ചിട്ടുള്ളൂ, എപ്പോഴും എനിക്ക് പ്രയാസമാണ്, പ്രതിസന്ധിയാണ്, എന്താ എൻ്റെ റബ്ബിനെ ഇങ്ങനെ പ്രയാസപ്പെടുത്തുന്നത് എന്ന് തുടങ്ങിയ നെഗറ്റീവ് ചിന്തകളല്ല നമ്മുടെ മനസ്സുകളിലൂടെ കടന്നു പോകേണ്ടത്. മറിച്ച് ഏതൊരു സന്ദർഭങ്ങളിലും വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുമ്പോഴും പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴും ആ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ ഒരു വിശ്വാസിക്കുണ്ടാകേണ്ട 2 ഗുണങ്ങൾ, ഒന്ന് ഈമാനാണ്, 2 തവക്കുലാണ്. ഈമാൻ ഉണ്ടാകുമ്പോൾ, അചഞ്ചലമായ വിശ്വാസമുണ്ടാകുമ്പോൾ അവന് മാത്രമാണ് ക്ഷമിക്കാൻ പറ്റുള്ളൂ. കാരണം ഇത് യഥാർത്ഥ ജീവിതമല്ല എന്ന ചിന്ത, ആ ചിന്തയിലേക്ക് നമ്മൾ എത്തുകയാണ്. ഈ ലോകത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും കഴിഞ്ഞു പോകുന്ന ഒരു ദിവസം വരാനുണ്ട്. എനിക്ക് എൻ്റെ പ്രയാസങ്ങൾക്ക്, എൻ്റെ ദുരിതങ്ങൾക്ക്, എൻ്റെ വിഷമങ്ങൾക്ക്
റഹ്മാനായ റബ്ബ് പ്രതിഫലം രേഖപ്പെടുത്തുന്ന, അള്ളാഹു പ്രതിഫലം സമ്മാനമായി നൽകുന്ന ഒരു ലോകം കടന്നു വരാനുണ്ട് എന്ന വിശ്വാസമാകണം നമ്മെ ഇത്തരത്തിൽ പ്രതിസന്ധികളെ അതിജയിക്കാൻ നമുക്ക് പ്രേരണ നൽകേണ്ടത്. അതാണ് പ്രവാചകനോട് പ്രഖ്യാപിക്കാൻ പറയുന്നത്. ആമന്നാബിഹി, ഞങ്ങളത് അവിശ്വാസികളാണ്, റഹ്മാനായ റബ്ബിലാണ് ഞങ്ങൾ വിശ്വസിച്ചിട്ടുള്ളത്. ആ റബ്ബിൻ്റെ കാരുണ്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും. ആ റബ്ബിൻ്റെ കാരുണ്യം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അള്ളാഹു ഞങ്ങളെ സഹായിക്കും. ആ ഒരു ചിന്ത, ആ ഒരു വിശ്വാസം, ആ ഒരു പരലോകത്തെക്കുറിച്ചുള്ള, റഹ്മാനായ റബ്ബിൻ്റെ സഹായത്തെക്കുറിച്ചുള്ള, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ചുള്ള ആ ഒരു പ്രതീക്ഷയും വിശ്വാസവും നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകണം. രണ്ടാമത്തത്, ഈ ആയത്ത് നമ്മൾ കണക്റ്റ് ചെയ്യേണ്ടതും ആക്ഷൻ പോയിന്റിലേക്ക് മാറ്റേണ്ടതുമായ രണ്ടാമത്തെ പോയിന്റ് തവക്കുൽ പുതുക്കുക എന്നുള്ളതാണ്. തവക്കുൽ, അള്ളാഹുവിൽ ബരമേൽപ്പിക്കുക. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണോ, നമ്മൾ ചെയ്യേണ്ട ഭാഗധേയം എന്താണോ, നമ്മൾ ചെയ്യേണ്ട പാർട്ട് എന്താണോ അത് നമ്മൾ ചെയ്യുക. ബാക്കിയുള്ളത് അലല്ലാഹ്, അള്ളാഹുവിലേക്ക് വിടുക, അള്ളാഹുവിനെ ബരമേൽപ്പിക്കുക. അതിൻ്റെ പേരിൽ നമ്മൾ ആ തവക്കുലുമായി മുന്നോട്ടു പോകാൻ നമ്മൾ തയ്യാറാകുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.